ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രിൽഡ് ചിക്കനാണ്. അപ്പോൾ ഹോട്ടലിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് 2 കിലോ ചിക്കനാണ്. നമ്മൾ നന്നായി കഴുകി വരഞ്ഞ് വെച്ചേക്കാണ്. മസാലകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സ്പൂണ് മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, പിന്നെ നമ്മുടെ ചിക്കൻ മസാല 1 സ്പൂണ്, കുരുമുളക് പൊടി 1 സ്പൂണ്, ഉപ്പ്, അതേപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ കളറ്, അല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്താലും നമുക്കൊരു കളർ കിട്ടും. ഇത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെ നമ്മുടെ പേസ്റ്റാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ചിക്കനെല്ലാം കൂടി ഒരു ചട്ടിയിലോട്ട് മാറ്റി ഇത് മസാലകളെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ മസാലകളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അഡീഷണലായിട്ട് നമ്മൾ 2 സാധനം കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാരങ്ങ ഒരു പകുതി നാരങ്ങ എടുത്തിട്ട് നമ്മൾ ഇതിനകത്തോട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നു. നന്നായിട്ട് പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരി നമുക്കൊരു 2 സ്പൂണ് മതി, അതിലും കൂടുതൽ ആവശ്യമില്ല. 2 സ്പൂണ് വിനാഗിരിയും കൂടി കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് ഈ മിക്സിങ്ങിലാണ് ഇത് കാര്യമുള്ളത്. കാരണം എന്താ പറഞ്ഞു വെച്ചാൽ നമ്മളിനിപ്പോൾ ഇതിൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഇത് പിടിപ്പിക്കണം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതുപോലെയാണ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ടിന് ഒരു ഇതുണ്ട് കേട്ടോ, നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇതപ്പോൾ ഈ തേച്ച് പിടിപ്പിക്കണത്. നല്ല രീതിയിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നമ്മുടെ സംഭവം ഏകദേശം സെറ്റായി. മസാലയൊക്കെ ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റാവാൻ വെക്കണം. നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രില്ലിങ്ങിൻ്റെ സാധനങ്ങൾ സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് പുറത്തോട്ട് പോയി നമ്മുടെ കരി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, ഇത് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് ഒരു 3-4 തേങ്ങയുടെ ഇതുമുണ്ട്. അപ്പോൾ ചിരട്ടയുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇതിപ്പോൾ കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ഒന്ന് തീ പിടിച്ച് വരുന്ന സമയത്ത്, കനലൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് കത്താൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ചിക്കൻ ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഗ്രില്ല്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈനിൽ അവൈലബിൾ ആണ്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കുകയും ചെയ്യാം. ഈ ഒരു സംഭവം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ചിക്കൻ ഇതേപോലെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പരത്തി നന്നായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. നമുക്കിത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീയിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. തീയിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റും ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിയിട്ട് കുറച്ച് നേരം ഇതിങ്ങനെ മണത്തോണ്ടൊക്കെ നിൽക്കാം. അപ്പോൾ അത് സംഭവം റെഡി ആകുമ്പോഴേക്ക് നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ സ്പോട്ടിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീശി കൊടുത്ത് കഴിയുമ്പോഴാണ് ശരിക്കും കനലൊന്നും കൂടി കത്തി ഈ സംഭവം നന്നായിട്ട് നമുക്ക് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഓളം എടുക്കും. അത് നമുക്കിത് എത്രത്തോളം കുക്ക് ചെയ്ത് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ് മീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് 20 മിനിറ്റ്സോളം നമുക്ക് കുക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഹാർഡ് ക്രിസ്പി ഒരു ക്രഞ്ചിനെസ് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊരു 30 മിനിറ്റോളം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പർബായിട്ട് നമ്മുടെ എന്താ പറയുക ഗ്രിൽഡ് ചിക്കൻ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഈ പപ്പടക്കോലും കൊണ്ട് ഇത് കുത്തി നോക്കണത് സംഭവം റെഡി ആയോന്ന് അറിയാനാണ്. കൈ ഇടാൻ പറ്റില്ലല്ലോ. കൈ ഇട്ട് കഴിഞ്ഞ് പറഞ്ഞിട്ട് നമ്മുടെ കൈയിൻ്റെ ആ പീസ് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് പപ്പടക്കോലും കൊണ്ട് കുത്തി നോക്കുമ്പോൾ ഇറച്ചി നമുക്ക് ഏകദേശം കുക്കായാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമ്മളൊക്കെ ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളതല്ലേ. ഈ ഒരു സംഭവം നമുക്ക് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മളിത് എടുത്തിട്ടൊന്ന് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോകണം. അത് നമ്മുടേത് ഷോ പ്രസൻറ്റേഷൻ പോലെയൊക്കെയുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കുള്ള പരിവ് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഒരു ഫോട്ടോഷോപ്പ്ഡ് ഇമേജാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സാധനം എടുത്തിട്ട് ഫോട്ടോഷോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ലുക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഗ്രിൽഡ് ചിക്കൻ ഈ ഒരു ലുക്കിലാണ് ഉണ്ടാവുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്തായാലും അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുകയും വേണം. ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.